ഇന്ന് നമ്മൾ മാഗി മസാലയൊക്കെ ഇല്ലാത്ത ഒരു വൈറ്റ് സോസ് മാഗിയാണ്, ചീസ് ഇട്ട വൈറ്റ് സോസ് മാഗി. അപ്പോൾ അതിന് വേണ്ട പച്ചക്കറിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. 2 വെളുത്തുള്ളി, പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ബട്ടർ, പിന്നെ ചീസ്, പിന്നെ 1 സ്പൂണിൻ്റെ 2 സ്പൂൺ മൈദ, പാല്, പിന്നെ ഇത് ഒറിഗാനോ ആണ്, അത് വേണം. പിന്നെ നമുക്ക് മാഗി വേവിക്കാൻ വെക്കാം. ഇനി പച്ചക്കറി കട്ട് ചെയ്താലോ? നമ്മൾ മാഗി എടുക്കുന്നതിൻ്റെ അനുസരിച്ച് പച്ചക്കറി കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പകുതിയെ എല്ലാത്തിൻ്റെ എടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പച്ചക്കറി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുത്ത് ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതും നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നോ അതിനെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറുകി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതും ഇളക്കി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇടല്ലേ, കുറച്ച് ഉപ്പ് മതി. ശേഷം നമുക്ക് മാഗി തിളപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് വീണ്ടും ഇളക്കുക. ഈ സമയം കുരുമുളക് ഇടേണ്ടവർക്കിടാം, ചില്ലി ഫ്ലേക്സ് ഇടേണ്ടവർക്കിടാം. ഇനി ഇതിൻ്റെ കുറുകി വരുമ്പോഴത്തേന് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ബട്ടർ ഇടേണ്ട സമയമായി. എങ്ങനത്തെ ബട്ടർ വേണേലും ഇടാം കേട്ടോ. അത് ഇട്ട് കൊടുത്ത് എരിവിന് ചില്ലി ഫ്ലേക്സും കുരുമുളകും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് കുട്ടികൾക്കായതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല. അതിനുശേഷം നല്ല റെഡിയായി. അപ്പം ഞാൻ ഇത്തിരി മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പാസ്തയൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് തോന്നുന്നത്. ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.